കാഴ്ചകൾ കൊണ്ട് മായാവസന്തം തീർക്കുന്ന കൊടൈക്കനാൽ പട്ടണം. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ട വിസ്മയങ്ങൾ ചെറുതുമാത്രം. യഥാർത്ഥ കൊടൈക്കനാൽ കാഴ്ചകൾ ഒളിച്ചിരിപ്പുണ്ട്. നഗരത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് തോന്നിയാൽ അതിശയപ്പെടേണ്ട. കാഴ്ചകൾ കൊണ്ട് വർണ്ണം തീർക്കുകയാണ് ഓരോ ഗ്രാമങ്ങളും. ആ വിസ്മയങ്ങളിലൊന്നാണ് പോലൂർ. நல்ல நல்ல பிள்ளைகளை நம்பி இந்த நாடே இருக்குது தம்பி, சின்னம் சிறு கைகளை நம்பி ഒരു ചരിത്രം இருக்குது തമ്പി. വളരെ കുറച്ചുനാൾ മുമ്പ് മാത്രം കൊടൈക്കനാൽ സഞ്ചാരികളുടെ ലിസ്റ്റിലേക്ക് കയറി വന്ന ഇടമാണ് ഈ മനോഹര നാട്. കൃഷിയെ നെഞ്ചേറ്റിയ നല്ല പച്ചയായ മനുഷ്യർ ജീവിക്കുന്ന ഗ്രാമം പോലൂർ. അവിടുത്തെ കാഴ്ച ഭംഗിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വിട്ടേക്കാം, വാ. പോലൂരിലെത്തുവാൻ 40-ലധികം കിലോമീറ്റർ കൊടൈക്കനാലിൽ നിന്ന് സഞ്ചരിക്കണം. ആ യാത്ര തന്നെ ഒരു മായാസ്വപ്നമായി മാറും. നാട്ടുകാരനാണ് ഇവിടുത്തെ, അല്ലേ? മലയാളിയായ തമിഴൻ. നമുക്ക് ഇത്രയും വർഷം ഈ നാട്ടിൽ ജീവിച്ചു പോകുന്ന അവരായിട്ടുള്ളൊരു ബന്ധം, അതുമാത്രമല്ല പോളൂർ ഗ്രാമത്തിൻ്റെ ഒരു മുഖമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് എൻട്രൻസ് ആണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ പോളൂർ. അത് ഈ ഗ്രാമത്തിലുള്ള ഈ പ്രദേശം, ഈ ഭാഗത്തുള്ള ആരായാലും ശരി, അവരുടെ എന്ത് കാര്യങ്ങൾ, അമ്പലത്തിലെ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും അത് നമ്മളോട് വന്ന് പറഞ്ഞ് എന്നെ അവരുടെ ഒരാളായിട്ടാണ് കാണും. ടച്ച് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 6150 അടി ഉയരത്തിൽ പച്ചപ്പും മഞ്ഞുമായി കിടക്കുന്ന ഇവിടേക്ക് അധികമാരും എത്തിച്ചേർന്നിട്ടില്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷവും മലിനമാകാത്ത മണ്ണും കാലാവസ്ഥയും തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കൊടൈക്കനാൽ എന്ന് പറയുന്നത് നമ്മളൊരു ടൂറിസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പോണതല്ലേ. ഇവിടെ എന്ന് പറയുന്നത് ഗ്രാമം എന്ന് പറയുന്നത് അവർക്ക് കൃഷിയാണല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. இங்கே ஃபுல்லாக கிருஷி, ஒரு நல்ல கொஞ்சம் நியாயமான முறையில் பயந்து அவர் இருக்கும். சாப்பாடு இன்னும் சாப்பிடல இன்னைக்கு தான் சாப்பிடணும். ஆமாம், இன்னைக்கு சாப்பாடு கொண்டு வரணும். உள்ளி நடணும், வெள்ளை உள்ளி நடணும். வெள்ளைப்பூடு, உருளைக்கிழங்கு, கேரட்டு இதெல்லாம் போடுவோம். எவ்வளோ ரேட் இருக்கு இப்போ ரேட் வந்து 1 கிலோ வந்து 350 ரூபா. கிலோ 350 ரூபா. വളരെ പോസിറ്റീവാണ് അവർ, എക്സ്ട്രോവേർട്ടുകളാണ്. അവരെന്ന് വെച്ചാൽ അവർ എന്തിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ കൃഷി ചെയ്ത് നഷ്ടം വന്ന് വളരെയധികം ഡൗണായി പോകും. അയ്യോ വല്ലാതെ ഇനി ഒരിക്കലും ഇത് ചെയ്യൂല എന്നൊക്കെ തോന്നും. ഞാൻ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് കരുതുക. ഇവരെ സംബന്ധിച്ചിടത്തോളം കൃഷി നഷ്ടം വന്ന് വീണ്ടും ഇവരെങ്ങനെയാണ് ഇത് തുടർന്ന് ചെയ്യുന്നതിനെ പറ്റി ഞാനിങ്ങനെ പലപ്പോഴും, അപ്പോൾ അവരെ മനസ്സങ്ങനെ പാകപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അവരൊരു രാത്രി, ആ നഷ്ടപ്പെട്ട ഒരു രാത്രി അവരതിനെ പറ്റി പറയുള്ളൂ. അടുത്ത ദിവസം അവരത് മറക്കുകയാണ്, അവരടുത്ത കഥയിലേക്ക് പോവുകയാണ്. കൊടൈക്കനാലിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തത തേടിയുള്ള യാത്രയാണെങ്കിൽ ഇവിടം സ്വർഗമാണ്. കോളനി സിസ്റ്റമാണ്. അവരെല്ലാവരും ഒരു ഭാഗത്ത് ജീവിക്കുക, ഒരു മലമുകളിൽ എല്ലാവരും ജീവിക്കുക. കൃഷിയിടങ്ങളിൽ ആരും താമസിക്കുന്നില്ല. இந்த நாட்டு மக்களுக்கு வேறு எங்கேயும் போய் அவர் கீழே தாழ போனாலும் இருக்காது. அவர் சிரிச்சு இங்கே தான் வரும், மற்ற நாட்டில் போயிருக்காது. இப்போ நானே இருக்கிறனாலும் நம்ம கேரளாவோ இல்லை கீழையோ இங்கே மதுரையோ இங்கிட்ட இந்த பார்க்க போனாலும் எப்படா இந்த வெயிலை விட்டு மலைக்கு போகணுன்னு தான் வரும். ஆனால் இது வந்து ஒரு நல்ல ஒரு ரீசனான ஏரியா, கிளைமேட் நல்ல ஒரு அமைப்பான இடம். കൊടൈക്കനാൽ ഹിൽ സ്റ്റേഷന് സമീപമുള്ള ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പോലൂർ. ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളെയും സാഹസികരെയും പോലൂർ കാത്തിരിപ്പുണ്ട്. അല്ല, ഇവിടെ വന്നാൽ എന്താണ് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
ഇവിടെ വന്ന നമ്മളറിയാതെ നമുക്ക് കിട്ടുന്ന ആ ശാന്തത, നമ്മളറിയാതെ ഒരു മെഡിറ്റേഷനിലേക്ക് പോണ ഒരു പ്രകൃതിയാണ് ഇവിടെ. കുന്നുകൾ ട്രെക്കിങ്ങിന് അനുയോജ്യമാണ്. ഗ്രാമങ്ങളിലെ പച്ചയായ മനുഷ്യർ ഒരു പാഠപുസ്തകവും. അവസരം ലഭിച്ചാൽ മറക്കണ്ട ഈ മനോഹര ഭൂമിയെ. புத்தன் காந்தி இயேசு பிறந்தது பூமியில் எதற்காக? தோழா ஏழை நமக்காக. கங்கை யமுனை காவிரி எல்லாம் எதற்காக? நாளை வருவது என்றே சொல்லி நம்பிக்கை ஒளியாக